ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുണ്യസ്ഥലത്തേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകുന്നത് വിളക്കന്നൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ദേവാലയത്തിലേക്കാണ്. അവിടെ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാത്തവർ വളരെ ദുർലഭമാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. ചർച്ചിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. സെൻറ്റ് ബൈസിൻ്റെ വാഹനമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വാഹനം. അത് നേരത്തെ കൂട്ടി എത്തിയിട്ടുണ്ട്. ഒരു 55 പേരോളം അടങ്ങുന്ന ഒരു ടീമാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഒരുവിധം എല്ലാവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറാനുള്ള ഒരു ബന്ധപ്പാടിലാണ്. അപ്പോൾ കുറേ പേരൊക്കെ കയറി. എന്തായാലും ഇതാണ് വാഹനത്തിൻ്റെ നമ്മുടെ ഡ്രൈവർ, നമ്മളെ നയിക്കുന്ന ആൾ. എന്തായാലും പുള്ളി വളരെ ഹാപ്പിയിലാണ്. ഈ വരുന്നത് നമ്മുടെ ആൻ്റണി ചേട്ടനാണ്. ആളാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ആൾ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. നമ്മളുടെ വാഹനം പുറപ്പെട്ടു. അങ്ങനെ ഹൈവേ വഴി കയറി യാത്ര ചെയ്യുകയാണ്. നല്ലൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം രാത്രിയിലുള്ള യാത്രകൾ ഇങ്ങനെ ലൈറ്റിൻ്റെ വർണ്ണഭംഗിയും എല്ലാം അടങ്ങി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാം അങ്ങോട്ട് പൂർണ്ണമായിട്ട് കഴിയാത്തത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും റോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാവുന്ന ഒരു കണ്ടീഷനായ കാരണം കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആ ലൈറ്റുകളൊക്കെ കാണാൻ. എന്തായാലും ഇങ്ങനെ ഉറക്കൊഴിച്ചിരുന്ന് ഇത് കാണാൻ 3 മണിക്ക് പുറപ്പെടുന്ന കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വ്യൂകളൊക്കെ നന്നായി കാണാൻ കഴിയുന്നു. ഏകദേശം നമ്മളിപ്പോൾ വളാഞ്ചേരി കുറ്റിപ്പുറം ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. നല്ലൊരു ഡ്രൈവിങ്ങാണ് പുള്ളി നയിക്കുന്നത്. പിന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ വാഹനത്തിലുള്ളവരെല്ലാവരും ഒരുവിധം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് നല്ല സൗകര്യമായി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടോളെത്താറായി. ടോള് അങ്ങനെ പാസ് ചെയ്തു. എന്തായാലും ടോളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമാണ് അന്ന് ഇടിഞ്ഞ് വീണ ഭാഗം. റോഡിൻ്റെ ഹൈവേ ഇടിഞ്ഞ് വീണു എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ആ ഭാഗമാണ്. അത് രണ്ടാമതും വാർപ്പ് പുനർനിർമ്മിക്കുകയാണ്. അപ്പോൾ അത് രാത്രിയിലായ കാരണം കൊണ്ട് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു ഭാഗത്ത് കാണിച്ചിരുന്നു.
എന്തായാലും ആ ഇത് ഇടിഞ്ഞു പോകുന്നത് വലിയൊരു സംഭവം തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ മറ്റേ റോട്ടിലേക്ക് ഇത് കണ്ടില്ലേ, നേരെ കാണുന്നതാണ് എയർപോർട്ടിൽ പോകുന്ന വഴി. കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന ഉള്ള വഴിയാണ് നേരെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റേ ഹൈവേയിലേക്ക് കിടന്നു. ഹൈവേ കൂടെയാണ് നമ്മൾ വീണ്ടും സഞ്ചരിച്ചത്. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ റോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കോഴിക്കോട് നിന്ന് കണ്ണൂർ പോകുന്ന റൂട്ടാണ്. ഇതിൻ്റെ അങ്ങേ സൈഡിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ പഴയ റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇത് ശോചനാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കുറച്ച് വഴി ഇങ്ങനെ ഈ പോയി കഴിഞ്ഞാൽ വീണ്ടും ഹൈവേയിലേക്ക് തന്നെ കയറാൻ കഴിയും നമുക്ക്. എന്തായാലും നോക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആനക്കുളം എന്നുള്ള സ്ഥലത്തെത്താറായിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ആനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പഴയ റോട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും വഴിയോര കച്ചവടക്കാരെയും എല്ലാം നല്ല രസകരമായിട്ടുള്ളൊരു ഇതായി. നേരം വെളുത്തപ്പോൾ കുറേയും കൂടി ഭംഗിയായിട്ട് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറാം. അതെ, കയറി കഴിഞ്ഞു. ഹൈവേയിലേക്ക് എത്തി. ഇനി ഹൈവേയിലൂടെ ആകുമ്പോൾ വലിയ കുട്ടികൾക്കൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള യാത്ര ചെയ്യാം എന്ന് പറ്റുന്നത്. ഇനി എത്ര ദൂരം ഈ റോഡും ഇങ്ങനെ കിട്ടും എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മുടെ സാരഥികൾ. ഇവർ വളരെ ശ്രദ്ധിച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയിലാണ് അവരുടെ നീക്കങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ യാത്രയിലുള്ള മെമ്പേഴ്സ്. എല്ലാവരും ഉണർന്നിരിപ്പില്ല. ചിലരൊക്കെ ഉറക്കത്തിലാണ്. ഇത്ര നേരം വിളിക്കട്ടായില്ല. പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ടത് കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വയസ്സായവരായ കാരണം കൊണ്ട് കാലിനും കയ്യിനൊക്കെ ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ തന്നെയാണ്. എന്നിരുന്നാലും ഫുള്ളാണ്. വാഹനം നിറയെ ആളുകളുണ്ട്. എന്തായാലും നമ്മുടെ യാത്ര ഭംഗിയായി അവിടെ എത്തുന്ന വരെ യാതൊരു കുഴപ്പമില്ലാതെ എത്തുവാനും അവിടുന്ന് തിരിച്ചു വരുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുള്ള യാത്രയാണ്. ഓരോ വ്യക്തികളും ഉണർന്നിരിക്കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ ആ അത്ഭുതം കാണാം എന്നുള്ളതും ആ ചർച്ചിൽ ഒരു ദീപബലി അർപ്പിക്കാം എന്നുള്ള ഒരു കാര്യത്തോടു കൂടിയാണ് എല്ലാവരും പുറപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ മഠത്തിലുള്ള സിസ്റ്റേഴ്സാണ്. അങ്ങനെ നമ്മുടെ യാത്രയിലുള്ള എല്ലാ വ്യക്തികളെയും കാണാൻ കഴിഞ്ഞു. ഓക്കെ, പുഴയുടെ ഒരു മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കാണുന്നതെല്ലാം കണ്ടൽക്കാടുകളാണ്. എന്തായാലും നേരം പുലർന്ന കാരണം കൊണ്ട് അതൊക്കെ കാണാൻ കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ വീണ്ടും ചെറിയ റോഡായി. ട്രാഫിക് ബ്ലോക്ക് ഈ വാഹനത്തിന് തന്നെ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും
നമ്മുടെ ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചാണ് മറികടക്കുള്ളൂ. അത് കാരണം കൊണ്ട് വലിയ ആപത്തുകളൊന്നും ഇല്ലാതെ പൂർണ്ണമായും കടക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് പുള്ളി കടക്കാറ്. ഇത് നമുക്ക് കാണാം. ഇപ്പോൾ പുള്ളി വാഹനത്തെ കടന്നു. എന്തായാലും വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ആ റോഡിൻ്റെ മനോഹരം, ആ കുന്നുകളും മലകളും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. നമുക്കിനി അധികം ദൂരങ്ങൾ ഒന്നും യാത്ര ചെയ്യാനില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും അവിടെ എത്തുന്നവരെ വലിയൊരു ടെൻഷൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. വിളക്കന്നൂര് എന്ന് പറയുന്ന ഇതാ കാണുന്നതാണ് ചർച്ച്. ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ വാഹനം ഈ ചർച്ചിന് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും നമുക്ക് മുകളിൽ പോകണം. കാരണം വാഹനങ്ങളൊന്നും മുകളിലേക്ക് കയറ്റി വിടുന്നില്ല. വലിയ വാഹനങ്ങൾ, ചെറിയ കാറും ബൈക്കൊക്കെ മുകളിലേക്ക് കയറ്റാം. ഇത്രയും ഹൈറ്റിലേക്കാണ് അങ്ങോട്ട് നടന്നു കയറേണ്ടത്. ഇതാണ് ചർച്ചിലേക്കുള്ള വഴി. നടന്നു കയറാൻ കുറച്ച് ഇതുണ്ട്. എന്നിരുന്നാലും എല്ലാവരും വയസ്സായവരും എല്ലാവരും നടക്കുന്നുണ്ട്. അവിടെ ദീപവലിക്കുള്ള സമയമായിട്ടില്ല, ആവുന്നുള്ളൂ. ഇതാണ് അതിനോട് ബന്ധപ്പെട്ടുള്ള LP സ്കൂളാണത്. അങ്ങനെ നമ്മൾ വിളക്കന്നൂർ ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വളരെ അത്ഭുതമായ ഓസ്തിയിലെ യേശുക്രിസ്തുവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അത് എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളും ഭക്തജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വരണം എന്ന് ഉള്ള ആഗ്രഹം കൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഒരു വളരെ മനോഹരമായിട്ട് ആദ്യം തന്നെ ചെയ്യാൻ ഒരു അവസരം തന്നെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിളക്കന്നൂര് ദേവാലയത്തിൽ ഒന്ന് വരണം എന്നുള്ള ആഗ്രഹം വളരെ സഫലമായി.
എവിടെ പഠിക്കുന്നത്? ഞാൻ പഠിച്ചത് കൊടകരയാണ്. അല്ല, സെമിനാരി കോട്ടയം ആലുവ. കോട്ടയം ആലുവയാണ്. ആലുവ അപ്ഡേറ്റില്ല. അതുകൊണ്ട് ആലപ്പാട്ടൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒരു 1 year സീനിയറാണ്. ഞാൻ സീനിയർ. ഞാൻ